समस्त जगताम् मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निःश्रित जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् मातः समस्त जगताम् അമ്മച്ചേ ഒന്ന് വേഗം കാപ്പിയാ, രാവിലെ പുറത്തേക്ക് പോണം. എപ്പ തരാം മോനെ? അന്നക്കുട്ടി എന്തി? അവള് പഠിക്കുക. എടി, ലാലിന്റെ കല്യാണം കഴിഞ്ഞു. ഇനി നീ വല്ല അശോകനെയോ ജയറാമിനെയൊക്കെ നോക്ക്. കല്യാണം കഴിഞ്ഞാലും ലാലേട്ടനാ എനിക്കിഷ്ടം. ലാലേട്ടന്റെ ഓരോ പടം 100 ദിവസം ഓടുന്നത്. സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉഗ്രൻ അഭിനയോ. ഇന്നാണ് ആ പൊന്നമ്മയും കൂട്ടരും ലാലേട്ടന്റെ ഫിലിം കാണാൻ വന്നപ്പോ കൂവി. അല്ല, അവര് മമ്മൂട്ടി ഫാൻസ് വരാ. ഇച്ചായും പൊന്നമ്മയോടൊന്ന് പറഞ്ഞേക്കണം ഞങ്ങളോട് കളിക്കരുതെന്ന്. ചെല്ലേ അല്ലേ അമ്മച്ചെ സഹായിക്കും. ചെല്ലേ. അയ്യോ, ഒരു ലാലേട്ടൻ. ഇക്കണക്കിന് ഇവിടെ കെട്ടാൻ പോകുന്ന ബാവുക്കുട്ടന്റെ ഗതി എന്തായിരിക്കും? എന്റെ കർത്താവേ. അമ്മച്ചി, ഇന്ന് സുവർണ ജൂബിലി ആഘോഷമാണ്. ഏത് പടത്തിന്റെ സുവർണ ജൂബിലിയാ? പൊതളങ്ങ. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് മെഴുകുതിരി വാങ്ങിച്ച് ആ ലാലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് ആരാധിക്കും. നിനക്ക് എന്തിനാ സുഖം? ഓ, തുടങ്ങിയ രാവിലെ രണ്ടും കൂടെ. ജോലിക്ക് 50ാമത്തെ ആപ്ലിക്കേഷൻ അയക്കാൻ പോവാ. അതിന്റെ ഇടയ്ക്ക് അവിടെ ലാലേട്ടൻ. എന്റെ മനസ്സിന്റെ വിഷമം എനിക്കറിയാം. എടാ മോനെ, ഇന്നലെ അപ്പച്ച ഇച്ചിരി ഓവറായി പോയി. പെൻഷൻ പറ്റുന്നവർക്ക് വിഷം കുടിക്കാണോ? അല്ല, നീ പറ, ഞാൻ എന്തോ ചെയ്യണം? മരത്തിന്റെ മണ്ടേ കയറി താഴോട്ട് ചാടണം. മോനെ, നിനക്കൊരു ജോലി കിട്ടിയാലേ ഈ കുടുംബം രക്ഷപ്പെടും. പെൻഷൻ പറ്റുന്നതിന് മുൻപ് ഞാൻ ചത്താൽ സർക്കാർ നിന്നെ പിടിച്ചുകൊണ്ടുപോയി ജോലി തരും. അല്ല, അങ്ങനെ ഒരു ഉപകാരമെങ്കിലും സർക്കാരിനെ കൊണ്ട് നമുക്കുണ്ടല്ലോ. ശിവായി ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ചത്തു കിട്ടുന്നതാടാ അവന്റെ കുടുംബത്തിന് ഗുണം. എന്റെ ഈശോയെ, ഇതിയാന്റെ ഒരു ബുദ്ധി. അപ്പച്ചൻ വിഷമിക്കണ്ട. ഈ ആഴ്ചത്തെ വാരഫലം ഉഗ്രന. വാഹനയോഗം, അപരിചിതന് സഹായം. നിർത്ത. നിന്റെ ഈ ജാതകവും ജ്യോതിഷവും സത്യക്രിസ്ത്യാനികൾക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടോടാ? ഓ, സത്യക്രിസ്ത്യാനികളുടെ കാര്യം പറയാതിരിക്കാ ഭേദം. അപ്പച്ചന്റെ ജാതകം ഉഗ്രന. ഏത് വിഷം കഴിച്ചാലും 91 വയസ്സ് വരെ അപ്പച്ചൻ ചാവത്തില്ല. ജാതകം വച്ചട്ടാ. ഏതായാലും ഇപ്രാവശ്യം ജോലി കട്ടായോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശകനപ്പഴ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ അവന്റെ ഒരു ബലികുടീരം കൊണ്ടുള്ള വരവ്. മോൻ എവിടെ ഇരിക്കും? അവന്റെ കുടീരം ഞാൻ നടപ്പിച്ചിട്ട് വരാം. മയ്യത്തായോ? അല്ല, മയ്യത്തായോന്ന്. അല്ല, ഇന്നലെ രാത്രി മത്തായി തന്നെ കണ്ടപ്പോ പറഞ്ഞേ മയ്യത്താവുന്ന്. ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചു വന്നാണ്. അല്ല, ഇവിടെ കിടത്തിരിക്കാണോ? കൊണ്ടുപോയോ? കൊണ്ടുപോയെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഷോപ്പറിൽ പോയി കണ്ടോളാം. എനിക്ക് ആ വഴി പോകേണ്ട കാര്യമുണ്ടേ. ബേജാറാവേണ്ട ചേട്ടത്തി, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ. ഇറങ്ങി പോടാ അവിടുന്ന്. രാവിലെ ഒരു അന്വേഷണം കൊണ്ട് വന്നിരിക്കുന്നു. ഇവിടെ ആർക്കും പിരിയൊന്നും ഇളകിയിട്ടില്ല ചാവാൻ. അപ്പൊ മയ്യത്തായില്ലല്ലേ? മത്തായിച്ചന്റെ ആശ നിറവേറിയില്ല, പാവം. ഇറങ്ങി പോടാ അവിടുന്ന്. ഒരു മരണ വാർത്ത അറിഞ്ഞു വരുന്ന കുറ്റാണെങ്കിൽ ഇനി തരുന്നില്ല. വല്ലാത്തൊരു ലോകര്.
അന്നക്കുട്ടി അന്നക്കുട്ടി അവിടെ നിന്നേ. വലിയ ഗമയിൽ പോയതല്ലേ, പൊയ്ക്കോ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ. ചാണ്ടി കുഞ്ഞു വീട്ടിലുണ്ടോ? രാവിലെ 50ാമത്തെ ആപ്ലിക്കേഷനുമായി സുവർണ ജൂബിലി ആഘോഷിക്കാൻ ടൗണിൽ പോയിരിക്കുക. അല്ല, എന്റെ സുന്ദരിക്കുട്ടി എങ്ങോട്ടാ? രാവിലെ ടൈപ്പിന്. അത് കഴിഞ്ഞ് പറ. ദേഷ്യപ്പെടരുത്. മീറ്റിംഗ് ആയിരിക്കും, ലാൽ ഫാൻസ് അസോസിയേഷൻ. മോളെ, നിനക്കിത് വേണോ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ ക്രൈസ് നിർത്താൻ. കിട്ടുന്ന സമയത്തിന് 10 അക്ഷരം പഠിക്കാൻ നോക്ക്. ഞാൻ പഠിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എന്റെ അടുത്തിരുന്ന കുട്ടിക്കാ. മിടുക്കി. നീയല്ല, നിന്റെ കൂട്ടുകാരി. ആ കൂട്ടുകാരി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ഞാൻ പ്രസിഡന്റും. യുവർ എക്സലൻസിയുടെ പ്രസിഡന്റ് ഞാൻ പോണു. ദേ, ഈ കുന്തത്തെ പോകുന്നൊക്കെ കൊള്ളാം, സൂക്ഷിക്കണം. സുഗമോദേവിയിൽ ലാലേട്ടൻ ബൈക്ക് അവാർഡം പറ്റിയ. ഓടി അവിടുന്ന്. അവളുടെ ഒരു സുഖമോദേവി. ഇത് തലയിൽ വെച്ചോ, സൗഗന്ധിക പൂവാ. തലയിൽ വെച്ചോളാം, ഇല്ലേ വേറെ കൊച്ചിക്ക് കൊടുക്കും. വേണ്ടേ? എന്നാ വേണ്ട. ആര് കണ്ടില്ല എന്നൊക്കെ കുരിശ് വരയ്ക്കണ എന്തല്ലേ? ഞാൻ യേശുവാ. ദൈവമേ, നീ എന്തിനാ കുരിശു വരച്ചേ? ഇത് പോയി വരേണ്ട താമസം. സംഗതി ഓക്കെ, നീ നോക്കിയോ. അപ്പോഴേക്കും ഞാൻ വല്ലവന്റെ വീട്ടിലായിരിക്കും. അപ്പന്റെ സ്വഭാവം അറിയാലോ. ഒരു കളക്ടറുടെ ആലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അറിയാം. നിന്റെ അപ്പനല്ലേ മുത്തൂന്ന് എഴുതിയ 3 തെറ്റാ. വല്ല ബിൽ കളക്ടറും ആയിരിക്കും. ചാണ്ടിച്ചായ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നീ ആരാ? ചങ്ങമ്പുഴയുടെ ചന്ദ്രികയോ? എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയാൻ? നിന്റെ അപ്പച്ചൻ ഒറ്റപ്ലാമൂട്ടിൽ മാത്തം തുമ്മി എന്നോട് എന്താ പറഞ്ഞെന്ന് നിനക്കറിയാവോ? ജോലിക്കാര്യം ഒക്കെ എന്തായി? ഏതാണ്ടൊക്കെ ശരിയായി കഴിഞ്ഞു. നിങ്ങളുടെ അടുപ്പത്തിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഇരുന്നാഴി സ്നേഹമെടുത്ത് കഴുകി അടുപ്പത്തിട്ട ചോറാവോ? പൊന്നമ്മ, ഞാൻ സ്വർണം പോലെ അല്ല, പൊന്നുപോലെ നോക്കിക്കോളാം. എപ്പോഴാ? അവിടെ മൂക്കി പല്ലു വന്നിട്ടോ? വേഗം ജോലി ശരിയാക്ക്. 1 മാസത്തിനപ്പുറം ഏതായാലും പോകത്തില്ല. ശരിയായ ആ നിമിഷം നിനക്ക് പൊന്നമ്മയെ കെട്ടിത്തരും. നിന്റെ അപ്പച്ചനെങ്ങാനും വാക്കുമാറിയാലുണ്ടല്ലോ, ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ട് വരാം. കർത്താവേ, ഇന്റർവ്യൂവിന് വിളിക്കാതെ തന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടണേ. സാർ, ഓ, ഇതും തന്നെ പോത്തുള്ളോ? ഉറുകി തൂങ്ങിയവന്റെ ഞാനൊന്നും പറയുന്നില്ല. പോണോ? മാന്യന്മാരോട് തെണ്ടിത്തരം കാണിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെയൊക്കെ യാതൊരു നിരോധം മേലായിട്ട് നിന്നെയൊക്കെ കാണിച്ചുതരാം. വകുപ്പിന് അങ്ങനെ ഒരു ആലുണ്ട് കേട്ടോ സാർ. തീപ്പെട്ടിയുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. വീടുണ്ടോ? സാർ, മാന്യന്മാരോട് തെണ്ടിത്തരം കാണിക്കരുത്. ഇല്ല. മാക്കാച്ചിക്കര ഉള്ളവരൊക്കെ ഇറങ്ങി വന്നേ. മാക്കാച്ചിക്കര ഒന്ന് വേഗം ഇറങ്ങി വന്നേ. എക്സ്ക്യൂസ് മീ, കുട്ടിയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എങ്കയോ പാർത്ത മുഖം. മദ്രാസ്? നോ നോ നോ. യെസ്, കറക്റ്റ്. എറണാകുളം. നിങ്ങൾ കാല് തെറ്റിയതാ മിസ്റ്റർ. ഹലോ ജെന്റിൽമാൻ. அந்த பொண்ணை உங்களுக்கு தெரியுமா? நான் எங்கேயோ பார்த்த முகம். അയ്യോ, അത് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മകളാ. ஐ சி, அதுதான் ஃபேஸ் சர்க்கிளா இருக்கு. பை தி பை, இங்க ரெண்டுக்கு வீடு கிடைக்குமா? ഓ, ഈ സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാ ചിലപ്പോ. எங்கேயானாலும் போகலாம். கிராம அந்தரிஷத்தை எனக்கு பிடிக்கும். இஃப் யூ டோன்ட் மைண்ட் கொஞ்சம் ஹெல்ப் பண்ணலாமா? நான் இந்த ஊருக்கு புதுசு. போலாமா தம்பி? എന്റെ പേര് തമ്പി എന്നല്ല, ചാണ്ടിക്കുഞ്ഞ്. சாரி, தம்பின்னா தமிழ்ல பிரதர்னு அர்த்தம். தப்பா நினைச்சிடாதீங்க. போலாமா?
കല്യാണിക്കുട്ടി ഒന്ന് വന്നോട്ടെ. கல்யாணிக்குட்டியா? அவள் யாரு? അത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാ. அப்படியா? சரி பஸ் வேண்டாம், டாக்ஸில போலாம். ஒரு டாக்ஸி கூப்பிட்டு கொடுக்குறீங்களா? ടാക്സി സ്റ്റാൻഡ് അവിടെയാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ആ. സാർ 50. Poor fellow. போலாமா? பஸ். വാരഫലത്തിൽ പറഞ്ഞിരുന്ന അപരിചിതൻ ഇത് തന്നെയാണോ? ഏതായാലും ഇയാളെ വിട്ടുകളയണ്ട. വാസന്തി വന്നാട്ടെ. പരവായില്ല. അമ്മച്ചി, അമ്മച്ചി ഇരുന്നാട്ടെ. താങ്ക് യു. അമ്മച്ചിക്കറിയോ ഇദ്ദേഹം ആരാണെന്ന്? മാനവേന്ദ്രൻ, മദ്രാസിലെ കോടമ്പക്കത്ത് വന്നാളാ. വണക്കം തായി. ഇരുന്നാട്ടെ. ആ, പെങ്ങളാ. വണക്കം. ഡേ മാനവേന്ദ്രൻ സാർ കഥാ തിരക്കഥ സംഭാഷണ സംവിധാനമൊക്കെ ചെയ്യുന്ന ആളാ. ഇവള് ഭയങ്കര സിനിമാഭ്രാന്തിയാ. മോഹൻലാലിന്റെ വലിയൊരു ആരാധിക. ആ, സാറിന്റെ പേര് ഇതിനു മുമ്പ് ഞാൻ മാസികകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് കാരണമുണ്ട്. ഞാൻ ഇതുവരെ സഹയായിരുന്നു. സഹസംഭാഷണം, സഹസംവിധാനം, അപ്പടി സഹയായിരുന്നോണ്ട് അത് ശ്രദ്ധിച്ചു കാണില്ല. എനിക്ക് മൂട്ട പൂച്ചിരിക്ക. സാർ ഏത് പടത്തിനൊക്കെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ളത്? മിഴിയോര പീലികൾ യൗവനം തുടിക്കുന്നു, എനിക്ക് കുളിര് കോരുന്നു. അവസാനത്തെ 2 എ ആണ്. അയ്യോ, പടം പിടിക്കാനാണോ സാർ ഇവിടെ വന്നത്? ആ. ഇവിടൊക്കെ നല്ല സ്ഥലമാ. ഷൂട്ടിംഗ് താൻ പരമലക്ഷ്യം. ഞാനിപ്പോ സഹ ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ കഥാ തിരക്കഥ സംഭാഷണ രംഗത്തേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. அந்த கோடம்பாக்கத்திலே இருக்க போறது இல்லை. அந்த டோர் திறந்தா தமிழ் ப்ரொடியூசர்ஸ், இந்த டோர் திறந்தா தெலுங்கு ப்ரொடியூசர்ஸ், அந்த ஜனால திறந்தா அங்கேயும் அவர்கள் தான். பட் ஒன் சேஞ்ச் மலையாளம் ப்ரொடியூசர்ஸ். அமைதியான ഒരിടം, ശാന്തമായ ഒരു അന്തരീക്ഷം തേടിയാണ് ഞാൻ ഇവിടെ വന്നത്. സാറിന്റെ പുതിയ ചിത്രം ഏതാണ്? മാൻപേടയ്ക്കൊരു പാവാട. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? എനിത്തിങ് കൂളാ. തണ്ണി കിടക്കുമാ? അയ്യോ, തണ്ണി വേണമെങ്കിൽ പിള്ളേരുടെ അപ്പം വന്നെങ്കിലേ പറ്റൂ. അതല്ല മച്ചി, പച്ചവെള്ളം. സാറിന് ചായ? ബോൺവിറ്റ ഇല്ലയാ തായേ? പോതും പോതും, ചായ പോതും. സർ, മാൻപേടയ്ക്ക് ഒരു പാവാടയിൽ ആരാ നായകൻ? മോഹൻലാലാണോ? മോഹൻലാൽ താ ഇതില് ഹീറോ. നേരാണോ സർ? ഹായ്, എങ്കിൽ പടം ഓടും. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സുമ്മാ കേളുങ്കോ. സാറിന് മദ്രാസ് നല്ല പിടിപാടൊക്കെ കാണുമല്ലോ. ആമാ. അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ഉനക്ക് ഇന്നും വേല കിടക്കവില്ലയാ? ഉൻ ക്വാളിഫിക്കേഷൻ என்ன? BSc സാർ, കെമിസ്ട്രി. BSc-யா? ரொம்ப பிரமாதம். இந்த கேரளாவில BA BSc கார் வாய் நோக்கி நடக்கிறீங்களா? അല്ല സാർ, MA MSc വരെ വായി നോക്കി നടക്കുക. அப்பப்பா, என்ன கஷ்டமான கேரளா. സാർ ചായ? தேங்க்ஸ் தாயே. உனக்கு வந்த புரட்சி தலைவர் திரு அண்ணா நகர் சினிமா ലാബറട്ടറിയിലെ വേല போதுமா? എവിടെയായാലും മതി സാറേ. அங்க வந்து 1000 ரூபாய் சம்பளம். சாப்பாடு ഫ്രീ, ബോർഡിംഗ് ഫ്രീ, ലോഡ്ജിംഗ് ഫ്രീ. എന്റെ ഈശോയെ. മതി സാറേ, ധാരാളം മതി. സാറിനെ ദൈവം രക്ഷിക്കും. ഊണ് കഴിച്ചിട്ട് പോയാ മതി സാറേ. അമ്മച്ചി പോയി ഊണ് ശരിയാക്ക്. സാറ് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ? சுத்தமான நான் வெஜிடேரியன். കോഴിയുണ്ട് സാർ, ഞാൻ കുറച്ച് മുട്ടയും കൂടെ വാങ്ങിച്ചോണ്ട്. ஏண்டே அந்த கோழி முட்டை போடாதா? ഇല്ല സർ, അത് പൂവൻകോഴിയാ. ச்சே, என்ன கஷ்டமான கேரளா. டாக்ஸில போய் வந்துடு. ഇത് കൊള്ളാം. അതെ അതെ.